കഥയെ ആരംഭിക്കുന്നത് സൺതായ് എന്നു പേരുള്ള ഒരു ഷെഫിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പക്ഷേ സൺതായ് വെറും ഒരു ഷെഫ് മാത്രമല്ല, മിമിയു എന്ന ചെറുതെങ്കിലും അവിശ്വസനീയമാം വിധം പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയാണ് അവൻ. പുറമേ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ ഭക്ഷണശാലയാണെന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ കൊറിയയിലെ ഏറ്റവും ക്രൂരന്മാരായ ചില ഗ്യാങ്സ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉച്ചഭക്ഷണ കേന്ദ്രമാണത്. ഒരു ദിവസം സൺതായ്ക്കും പങ്കാളിയായ കോങ് പിയോയ്ക്കും ഒരു ഫോൺ കോൾ വന്നു. ഓർഡർ ലഭിച്ച ഉടനെ യാതൊരു മടിയും കൂടാതെ അവർ അത് കൈകാര്യം ചെയ്യാൻ ധൃതിയിൽ ഇറങ്ങിത്തിരിച്ചു. സിഗുപ്പ എന്ന ഗ്യാങ്ങിന്റെ സഹപ്രവർത്തകനായ പോൻഹോയെ ഒരു എതിർ സംഘം വളഞ്ഞിട്ട് മർദ്ദിച്ചവശനാക്കി ഒരു ഇടവഴിയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു അവർ എത്തിച്ചേർന്നത്. അവിടെ എത്തുമ്പോ പോൻഹോ ആകെ ആശയക്കുഴപ്പത്തിലായി. കാരണം ശത്രുക്കൾക്കെതിരെ പോരടിക്കാനും തന്നെ രക്ഷപ്പെടുത്താനും എത്തിയത് ആ രണ്ടുപേർ മാത്രമാണ്. അതും മാത്രമല്ല, തങ്ങളൊരു രക്ഷാദൗത്യത്തിന് എത്തിയതാണ് എന്ന ഭാവമൊന്നും അവരുടെ മുഖത്തുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു സത്യം വെളിപ്പെടുന്നത്. അവർ മൂവരും സാധാരണ ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് അല്ല. അവർ സിഗുപ്പോ എന്ന കരുത്തുറ്റ ഗ്യാങ്ങിന്റെ ഉപമേധാവികളാണ്. അതായത് അണ്ടർ ബോസസ്. പ്രധാന ബോസിന്റെ തൊട്ടു താഴെയുള്ള അധികാരം കൈയാളുന്ന വ്യക്തികൾ. പറയണ്ടല്ലോ, അവരവരുടെ പണിയങ്ങാരംഭിച്ചു. കനത്ത ഏറ്റുമുട്ടൽ നടന്നു. എന്തായാലും അത് നല്ല രീതിയിൽ പര്യവസാനിച്ചു. അന്ന് രാത്രി വൈകി അവരുടെ ബോസായ ദാസു സിഗുപ്പയുടെ എതിർ സംഘങ്ങളിൽ ഒന്നിനെതിരെയുള്ള വിജയത്തെ ആഘോഷിക്കാൻ അവർക്ക് വിരുന്നൊരുക്കി. ആ വിരുന്നിനിടയിൽ തങ്ങളുടെ സംഘടന കൊറിയ മുഴുവൻ നിയന്ത്രിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നു, അതിനടുത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് അദ്ദേഹം അവരോടായി പറഞ്ഞു. സിറ്റിയിലെ ട്രഡീഷണൽ മാർക്കറ്റിൽ ഷോക്ദോങ് എന്നയാൾ നടത്തുന്ന ഒരു തുറമുഖവും നൈറ്റ് ക്ലബ്ബും ഉൾപ്പെടെ ചുരുക്കം ചില പ്രദേശങ്ങൾ മാത്രമാണ് നിലവിൽ മറ്റ് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പുകളുടെ കൈവശമുള്ളൂ. അതുകൂടി കൈക്കലാക്കിയാൽ എല്ലാം മടക്കി ഭരിക്കാൻ ആ ഗ്യാങ്സ്റ്റർ സംഘത്തിന് സാധിക്കും. അവിടെ വെച്ചവർ തങ്ങളുടെ അടുത്ത നീക്കങ്ങൾ ആസൂത്രണം ചെയ്തു. സബോർഡിനേറ്റ്സിനെ കൂടെ കൂട്ടി പോരാട്ടത്തിനിറങ്ങാൻ 3 ഉപമേധാവികൾക്കും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് 3 പോയി ഓരോ ദൗത്യവും നേരിട്ടേറ്റെടുത്ത് പൂർത്തിയാക്കി. വൈകാതെ ഗ്യാങ്സ്റ്റർ ഫൈറ്റുകൾ എല്ലായിടത്തും പൊട്ടിപ്പുറപ്പെട്ടു. അരാജകത്വം ഒഴിവാക്കാൻ കഴിയാത്ത സംഭവസ്ഥിതി ഉടലെടുത്തു. എന്തായാലും അധികം വൈകാതെ കൊറിയയിലെ അധോലോകം മുഴുവൻ കീഴടക്കാൻ സിഗുപ്പയ്ക്ക് കഴിഞ്ഞു. ആ ദിവസം അധികാരം ഔദ്യോഗികമായി കൈമാറുന്നതിനായി സാം എന്ന ഉന്നത വ്യക്തിയെ കാണാൻ 3 ഉപമേധാവികൾക്കും ഫോൺ കോളും വന്നു. ദാസു ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ബോസായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിഫലമായി സിഗുപ്പയുടെ പുതിയ ആസ്ഥാനമായി പ്രവർത്തിക്കാൻ സാം അദ്ദേഹത്തിന് ഒരു വലിയ ഓഫീസ് കെട്ടിടം നൽകി. രണ്ടാമതൊന്നും ആലോചിക്കാതെ ദാസു അത് സ്വീകരിക്കുകയും തന്റെ വിശ്വസ്തരായ ഉപമേധാവികൾക്കൊപ്പം ആ വലിയ വിജയം ആഘോഷിക്കുകയും ചെയ്തു. 10 വർഷങ്ങൾ അങ്ങ് കടന്നുപോയി. സൺതായുടെ ജീവിതം ഇപ്പോൾ തികച്ചും വ്യത്യസ്തമാണ്. അവന്റെ റെസ്റ്റോറന്റായ മിമിയു കൂടുതൽ വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെയും തായ്ഗോ എന്ന യുവ സഹായിയുടെയും സഹായത്തോടെ അവിടുത്തെ ഡസൻ കണക്കിന് ജീവനക്കാരെ പോറ്റിക്കൊണ്ടുപോകാൻ സൺതായ്ക്ക് കഴിയുന്നുണ്ട്. റെസ്റ്റോറന്റ് വികസിപ്പിക്കാനും അത് കൂടുതൽ വലുതാക്കാനും വേണ്ടി സൺതായ് പദ്ധതിയിടുന്നുണ്ടായിരുന്നു. അവൻ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുമുണ്ട്. ഹാന എന്ന ബാങ്കിൽ നിന്നുള്ള പ്രതിനിധികൾ അന്ന് പരിശോധനയ്ക്കായി അവന്റെ റെസ്റ്റോറന്റിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ദിവസമാകട്ടെ വളരെയധികം തിരക്കുള്ളതുമാണ്. വൈകാതെ മികച്ച ഭക്ഷണം സൺതായുടെ നേതൃത്വത്തിൽ തയ്യാറാക്കപ്പെട്ടു. ഹാന ബാങ്കിൽ നിന്നുള്ളവർക്ക് ഭക്ഷണം വളരെയങ്ങ് ഇഷ്ടപ്പെട്ടു. അവർ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയും അവസാനം അല്പം കൗതുകത്തോടെ ഇതിന്റെ രഹസ്യക്കൂട്ടെന്താണ് എന്ന് ചോദിക്കുകയും ചെയ്തു. വളരെ ശാന്തമായി സൺതായുടെ ഭാര്യ വിശദീകരിച്ചു. ഞങ്ങളങ്ങനെ പ്രത്യേകിച്ച് രസക്കൂട്ടുകളൊന്നും ചേർക്കുന്നില്ല, നാടൻ ചേരുവകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. വിശേഷപ്പെട്ട മറ്റ് ചേരുവകൾ ഒന്നുമില്ലാതെ അത്രയും ലളിതമായ ഒന്നിന് ഇത്ര മികച്ച രുചിയുണ്ടാക്കാൻ കഴിയുമെന്ന് ആ ബാങ്ക് ഉദ്യോഗസ്ഥർ കേട്ടതും അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ഒടുവിൽ ലോൺ അനുവദിക്കാമെന്ന് അവർ അവിടെ വെച്ച് പ്രോമിസും ചെയ്തു. പക്ഷേ അതിലൊരു പ്രധാന നിബന്ധനയുണ്ട്. സൺതായും ഭാര്യയും യാതൊരുവിധ ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ പാടില്ല. അവർക്ക് അത്തരമൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടാവാൻ പാടില്ല. അത് കേട്ടപ്പോൾ ആ ദമ്പതികൾ വല്ലാത്തൊരു നിശബ്ദതയോടെ പരസ്പരം നോക്കി നിന്നു. അന്ന് രാത്രി സൺതായ് ഭാര്യയുമായി അതിന്റെ പേരിൽ വലിയ വഴക്ക് തന്നെ ഉണ്ടാക്കി. വീട്ടിൽ ആകെ ഒരു പിരിമുറക്കം നിറഞ്ഞു. അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവനിപ്പോഴും ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിന്റെ ഉപമേധാവിയായി അണ്ടർ ബോസായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഭാര്യ വല്ലാത്ത ദേഷ്യത്തിലുമാണ്. മാത്രമല്ല ഭാര്യയ്ക്ക് പല കാര്യങ്ങളിലും പരാതിയുമുണ്ട്. സൺതായുടെ ഗ്യാങ്ങിലുള്ളവർ പലപ്പോഴും റെസ്റ്റോറന്റിൽ വന്ന് സൗജന്യമായി ഭക്ഷണം കഴിച്ചു പോകും. അത് റെസ്റ്റോറന്റിന്റെ സാമ്പത്തിക നഷ്ടത്തിനും കാരണമാകുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഭാര്യ പറഞ്ഞപ്പോ സൺതായ് പറഞ്ഞു, ഈ ഗ്യാങ്സ്റ്റർ വേൾഡാണ് എനിക്ക് ഈ വിജയവും പദവിയുമൊക്കെ നൽകിയത്. അതുകൊണ്ട് ഇതങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല, ഇവരെ ഒഴിവാക്കാനും പറ്റില്ല. അന്നും ഗുണ്ടാസംഘം വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവരുടെ മകൾ നാമി അങ്ങോട്ടേക്ക് കടന്നു വന്നു. പെട്ടെന്ന് അവർ തമ്മിൽ
തമ്മിലുള്ള വാക്കുതർക്കം അങ്ങ് നിർത്തി യാതൊരു മടിയും കൂടാതെ അങ്ങോട്ടേക്കെത്തിയ നാമി അവിടുത്തെ ഗുണ്ടാംഗങ്ങളിൽ നിന്ന് വളരെ സ്വാഭാവികമായ രീതിയിൽ പണം പിരിക്കാൻ ആരംഭിച്ചു. ഇത് കണ്ട് സൻതായും ഭാര്യയും സ്തംഭിച്ചു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. തങ്ങളുടെ സുന്ദരിയായ മകൾ ഒരു പരിചയസമ്പന്നയായ ഒരു ഗ്യാങ്സ്റ്റർ ബോസിനെ പോലെ പെരുമാറുന്നത് കണ്ട് അവർ അത്ഭുതപ്പെടുകയും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ സൻതായ് നാമിയെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ അവളോട് സംസാരിക്കാൻ അവൻ ശ്രമിച്ചു. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താരാണെന്ന് സൻതായ് ചോദിച്ചു. പക്ഷേ നാമിയുടെ മറുപടി അവനെ ഞെട്ടിച്ചിരുന്നു. എന്താ ഈ സുഹൃത്തെന്ന് പറയുന്നത് എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യവും മകളുടെ മനോഗതിയും അവനെ വല്ലാതെ ബാധിച്ചു. തന്റെ പശ്ചാത്തലവും മറ്റും കാരണമാണോ മകൾക്ക് സുഹൃത്തുക്കൾ ഇല്ലാതെ പോയത്, അല്ലെങ്കിൽ ഈ രീതിയിൽ അവൾ വളർന്നു വരുന്നത് എന്ന കുറ്റബോധം അവന്റെ നെഞ്ചിൽ ഉടലെടുത്തു. തന്റെ ജീവിതത്തെ തന്നെ അവൻ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഒരു പിതാവെന്ന നിലയിൽ അവൾക്ക് സാധാരണമായൊരു ബാല്യം നൽകാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് പെട്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും യാത്ര ചെയ്ത് അവർ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ എത്തിയതും കണ്ട കാഴ്ചയിൽ നിന്നും സൻതായ് യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കി. നാമിയോട് മറ്റു കുട്ടികൾ വ്യത്യസ്തമായിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. ഒരുപക്ഷെ താനൊരു ഗ്യാങ്സ്റ്റർ ബോസ് ആയതുകൊണ്ടായിരിക്കാം കുട്ടികൾ ഇങ്ങനെ മകളോട് പെരുമാറുന്നതെന്ന് അവൻ ചിന്തിച്ചു. ആ കാഴ്ച ഭാര്യ പറഞ്ഞ വാക്കുകൾ അവനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. അവന്റെ ഗ്യാങ്സ്റ്റർ ലൈഫ് മകളുടെ ഭാവി അപകടത്തിലാക്കുന്നുണ്ട്, അതിനെപ്പറ്റി ചിന്തിക്കണം എന്ന് ഭാര്യ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ ഒന്ന് പുനർചിന്തിക്കാൻ സൻതായ് തീരുമാനിച്ചു. അതേസമയം മറ്റൊരിടത്ത് ദാസുവിന്റെ ജീവിതം അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരുന്നത്. തന്റെ ബിസിനസ് വളർത്താൻ ദാസു ബാങ്ക് ലോണിന് അപേക്ഷിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു ഗ്യാങ്സ്റ്റർ ബോസ് എന്ന ഖ്യാതി കാരണം ആ അപേക്ഷ ഉടൻ തന്നെ ബാങ്ക് തള്ളിക്കളഞ്ഞു. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ശ്രമിക്കാൻ അയാൾ ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ബാങ്കുകാർക്ക് മുമ്പിൽ ദാസു തന്റെ അഭിമാനം പോലും പണയം വെച്ച് അപേക്ഷിച്ചു. പക്ഷെ ആ തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. ഭാഗ്യവശാൽ ഗ്യാങ്സ്റ്റർ ബോസ് ദാസു ബാങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നതിന് തൊട്ടുമുമ്പ് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ സൻതായ്ക്ക് കഴിഞ്ഞു. ദാസുവിനെ ആശ്വസിപ്പിച്ച് സൻതായ് അവിടെ നിന്ന് കൊണ്ടുപോയി. ഒടുവിൽ രാത്രി വരെ ദാസുവിനൊപ്പം സൻതായ് തുടർന്നു. ആ സമയമാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത്. കൊറിയയിലെ ഏറ്റവും ശക്തനായ ഗ്യാങ്സ്റ്റർ ലീഡർ ആയിരിക്കുക. ആളുകൾ കരുതുന്നത് പോലെ അതത്ര ഗ്ലാമറസ് ആയ കാര്യമൊന്നുമല്ല. മാന്യമായ ഒരു ബിസിനസ് സ്ഥാപനവും ഗ്യാങ്സ്റ്റർ ബോസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ആരാണെങ്കിലും എപ്പോഴും കുറ്റപ്പെടുത്തുക ഗ്യാങ്സ്റ്റർ ബോസിനെയായിരിക്കും. ഗ്യാങ്സ്റ്റർ ബോസായി ജീവിക്കുക വളരെയധികം സമ്മർദ്ദമുള്ള കാര്യമാണ്. മാനസിക നില നിലനിർത്താൻ തന്നെ വലിയ പാടാണ്. ദാസു അപ്പോൾ മരുന്നുകളെ അതിനുവേണ്ടി ആശ്രയിക്കുന്നുണ്ടായിരുന്നു. സൻതായൊക്കെ ശാന്തമായിട്ട് കേട്ടു. എന്നിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കവർ കൈമാറി. ആദ്യം ദാസു ചിന്തിച്ചത് അതൊരു സാമ്പത്തിക സഹായമാണെന്നായിരുന്നു. താൻ അപമാനിക്കപ്പെടുന്നത് പോലായിരുന്നു ദാസു ആദ്യം ചിന്തിച്ചത്. പക്ഷേ സൻതായ് കാര്യം വ്യക്തമാക്കി. ഇതെന്റെ രാജിക്കത്താണ്. അത് കേട്ടതും ദാസു അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ദാസുവിന്റെ കൈ നീണ്ടത് തന്റെ കടാരയിലേക്കായിരുന്നു. പക്ഷേ സൻതായ് ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നില്ല ദാസു അതെടുത്തത്. ആ കടാര അദ്ദേഹം സൻതായ്ക്ക് സമ്മാനിച്ചു. ആ കടാര വെറുമൊരു ആയുധമായിരുന്നില്ല. സിഗുപ്പ ഗ്യാങ്ങിലെ അധികാരത്തിന്റെ വിശുദ്ധ ചിഹ്നമാണത്. അത് കൈവശമുള്ള ആരെയും ആർക്കും തന്നെ തൊടാൻ സാധിക്കില്ല. അത് നൽകുന്നതിലൂടെ ദാസു തന്റെ വിശ്വാസവും സൻതായോടുള്ള ആദരവും കാണിക്കുകയായിരുന്നു. പിന്നാലെ ദാസു പറഞ്ഞു, സൻതായെപ്പോലെ സമാധാനപരമായ ഒരു ജീവിതം നയിക്കാൻ ഞാനും എന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്റെ പദവി കാരണം ഭാര്യയും ഭാവിയിലെ കുട്ടികളും കഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സൻതായ് എന്ന് രാജിവെച്ച് വീട്ടിലേക്ക് മടങ്ങിയെത്തി. വിവരമറിഞ്ഞ ഭാര്യ അവനെ കെട്ടിപ്പിടിച്ചു. വളരെ കാലത്തിനു ശേഷം ജീവിതത്തിൽ അവർ പുതിയൊരു അധ്യായം തുടങ്ങുകയാണ് എന്നവരിരുവർക്കും തോന്നി. മകൾ മിമി ഉറങ്ങുന്നതും നോക്കി അവർ ആശ്വസിച്ചു നിന്നു. ആ മാറ്റം മകളുടെ ജീവിതത്തിന് കൂടുതൽ ശോഭനവും മികവും നൽകും എന്നവർ വിശ്വസിച്ചു. പക്ഷെ അവരുടെ ആ പ്രതീക്ഷകൾ അധികം മുന്നോട്ടു പോയില്ല. സിഗുപ്പ ആസ്ഥാനത്തു നിന്നും ഏറ്റവും വലിയൊരു മോശം വാർത്ത അവരെ തേടിയെത്തി. ദാസു തന്റെ സ്വകാര്യ മുറിയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്രത്തോളം കഠിനവും ഹൃദയഭേദകവുമായ ഒരു തീരുമാനമെടുത്തതെന്ന് ആർക്കും തന്നെ അറിയില്ല. വാർത്ത പടർന്നതിനു ശേഷം അധികം വൈകാതെ പോലീസ് ചീഫ് ചുനിക് ആസ്ഥാനത്തേക്കെത്തി. ദാസുവിനെ അവസാനമായി കണ്ട് സംസാരിച്ചത് സൻതായ് ആയിരുന്നു. അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങൾ സൻതായോട് വിശദീകരിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. സൻതായ് ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ പോലീസ് ചീഫിനോട് വിശദീകരിച്ചു. വിശദീകരണം കേട്ട ശേഷം അവിടുണ്ടായിരുന്നവരൊക്കെ ചേർന്ന് ഒരു കാര്യം മനസ്സിലാക്കി. ദാസുവിന് എല്ലാം കൊണ്ടും മതിയായിരുന്നു. മുന്നോട്ടേക്ക് പോവാൻ സാധിക്കില്ല, നേതൃത്വത്തിന്റെ ഭാരം ചുമക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്.
വൈകാതെ ദാസുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും മറ്റുമായി അവിടുത്തെ ഗ്യാങ്സ്റ്റർ സംഘങ്ങളുടെ കൂട്ടം പ്രധാന ഓഫീസിലേക്ക് എത്തി. അന്തരീക്ഷം വല്ലാത്തൊരു ഭാരത്താൽ നിറഞ്ഞിരിക്കുന്നു. ദാസുവിനെ വെറുമൊരു നേതാവായി മാത്രം കണ്ടിട്ടില്ലാത്ത പോൻഹോയെ സംബന്ധിച്ച് ദാസുവിന്റെ വേർപാട് വല്ലാത്തൊരു വേദന നൽകിയിരുന്നു. ബാക്കിയുള്ളവർക്കാർക്കും വലിയ വേദനയോ മറ്റൊന്നും തന്നെയില്ല. പോൻഹോയ്ക്ക് ദാസു തന്റെ കുടുംബാംഗത്തെ പോലെയായിരുന്നു. സെക്കൻഡ് കമാൻഡർ എന്ന നിലയിൽ ദാസു അവസാനിപ്പിച്ചെടുത്തു നിന്ന് ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോൻഹോ തയ്യാറായിരുന്നു. പക്ഷെ അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു പ്രശ്നം ഉയർന്നു വന്നത്. ദാസു വലിയൊരു തുക കടം ബാക്കി വെച്ചിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതുയർന്നതും ഗ്യാങ്സ്റ്റർ സംഘമുണ്ടായിരുന്ന ആ മുറി പെട്ടെന്ന് നിശബ്ദമായി. ആരിതിന്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും എന്നാർക്കും തന്നെ ഒരു പിടുത്തവുമില്ല. ഗ്യാങ്ങിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ ദാസു ബാക്കി വെച്ചതൊക്കെ പൂർത്തിയാക്കാനും ഗ്യാങ്ങിന് വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്യാനും മികച്ച ഒരു പുതിയ നേതാവിനെ കണ്ടെത്തണം. അതുമാത്രമാണ് ഏക പരിഹാരം. ഗ്യാങ്ങിലെയും മറ്റും ഉന്നതർ കൂടി അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. രാത്രി വൈകിയും ആ ഡിസ്കഷൻ തുടർന്നു. ദാസുവിന്റെ പിൻഗാമിയെ കണ്ടെത്തണം, ഗ്യാങ്സ്റ്റർ തലവനാക്കണം. 3 പേരുകളായിരുന്നു ആ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ആദ്യത്തേത് ക്യുംപിയോ, വിശ്വസ്തൻ, നിർഭയൻ, ഒരു ടാങ്കിനെ പോലെ കരുത്തൻ. ഒരു ബേസ്ബോൾ ബാറ്റ് കയ്യിലുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് തന്റെ മുന്നിൽ വരുന്ന ആരെയും അവൻ അടിച്ചു വീഴ്ത്തും. പക്ഷെ അതിലുള്ള പ്രശ്നം കുംപിയോ ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ്. ഉടനെ അവൻ പുറത്തിറങ്ങുകയുമില്ല. രണ്ടാമത്തെ കാൻഡിഡേറ്റ് പോൻഹോ, ദാസുവിനെ തന്റെ കുടുംബാംഗമായി കണ്ടിരുന്ന വ്യക്തി. ഉത്സാഹമുള്ളവൻ, നിശ്ചയദാർഢ്യമുള്ളവൻ. പക്ഷേ അവന് നേതൃത്വത്തിന്റെ പിന്തുണയില്ല. ഉന്നതർ അവനെ നേതാവാക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. കൂട്ടത്തിൽ മൂന്നാമത്തെ കാൻഡിഡേറ്റ് അത് സൺതായാണ്. ഫണ്ടറും ഉന്നത കൗൺസിലിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതുമായ സാം വിശ്വസിക്കുന്നത് ദാസുവിന് ശേഷം ഗ്യാങ്സ്റ്റർ ലീഡർ ആവാൻ ഏറ്റവും ഉചിതൻ സൺതായാണെന്നാണ്. സാമിന്റെ വീക്ഷണത്തിൽ സൺതായ്ക്ക് ദൗർബല്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ചർച്ചയൊന്നും സൺതായ് അറിഞ്ഞിരുന്നില്ല. അടുത്ത ദിവസം സൺതായ് ബാങ്കിലേക്ക് എത്തുകയായിരുന്നു. റെസ്റ്റോറന്റ് വിപുലീകരണത്തിനുള്ള നിക്ഷേപ കരാർ ബാങ്കുമായി ഉറപ്പിക്കാനാണ് സൺതായും ഭാര്യയും ഹാന ബാങ്കിലേക്ക് എത്തിച്ചേർന്നത്. സൺതായ് വല്ലാത്ത ആവേശത്തിലായിരുന്നു. പക്ഷേ വ്യവസ്ഥകൾ വായിച്ചപ്പോ ഞെട്ടിക്കുന്ന ഒന്ന് സൺതായ് അതിൽ കണ്ടു. എപ്പോഴെങ്കിലും അവൻ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി തെളിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ സൺതായ് എടുത്ത ലോൺ തുകയുടെ 5 ഇരട്ടി തിരിച്ചടയ്ക്കണം. അത് കണ്ടതും സൺതായ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഗ്യാങ്സ്റ്റേഴ്സിനെ തരംതാണ പൗരന്മാരായി കണക്കാക്കുന്നതിൽ അവന് വല്ലാത്ത ഫ്രസ്ട്രേഷൻ തോന്നിയിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈവിടുന്നതിന് മുമ്പ് സൺതായുടെ ഭാര്യ ഇടപെട്ടു. സൺതായെ ശാന്തനാക്കി. അങ്ങനെ അവരാ കരാർ ഒപ്പിട്ടു. ഹാന ബാങ്ക് അവന്റെ ബിസിനസ്സിലെ പ്രധാന നിക്ഷേപകരായി. സൺതായെ സംബന്ധിച്ചിടത്തോളം അതോടെ കാര്യങ്ങളൊക്കെ ശരിയായി വരികയായിരുന്നു. സൺതായും വല്ലാത്തൊരു ആശ്വാസത്തിലാണ്. അപ്പോഴാണ് സാമിൽ നിന്നൊരു ബോംബ് സൺതായ്ക്ക് മേൽ വന്നു വീഴുന്നത്. അന്ന് വൈകുന്നേരം സൺതായ് ഉന്നത കൗൺസിലിനെ കാണണം. സിഗുപ്പോയുടെ അടുത്ത നേതാവായി സൺതായെയാണ് തെരഞ്ഞെടുക്കാൻ പോകുന്നത്. സൺതായ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ആ ഓഫർ അവൻ ശക്തമായി നിരസിച്ചു. അവന് വേണ്ടിയിരുന്നത് സമാധാനപരമായ ജീവിതമായിരുന്നു. തന്റെ കുടുംബത്തെയും ബിസിനസിനെയും ഭാവിയെയും അപകടത്തിലാക്കാൻ സൺതായ് തയ്യാറായിരുന്നില്ല. പക്ഷേ കൗൺസിൽ അവനെ ആകെ സമ്മർദ്ദത്തിലാക്കി. സൺതായേക്കാളും മികച്ച കാൻഡിഡേറ്റ് ഇല്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. കൂട്ടത്തിൽ കൗൺസിലിലെ ഒരാൾ പറഞ്ഞു, സൺതായ്ക്ക് അവന്റെ റെസ്റ്റോറന്റ് നന്നായി നടത്താനും ഗ്യാങ്ങിനെ നിയന്ത്രിക്കാനും നയിക്കാനും കഴിയും. ഈ സമയം അവിടുണ്ടായിരുന്ന പോൻഹോയ്ക്ക് ബോസാവുന്നതിൽ നിന്ന് താൻ അവഗണിക്കപ്പെടുന്നതായി തോന്നിയിരുന്നു. താൻ അതിനർഹനാണെന്ന മട്ടിൽ പോൻഹോ വാദിക്കുന്നുണ്ടെങ്കിലും കൗൺസിലിലെ ഉന്നതരാരും അവന്റെ വാദത്തെ ഗൗരവമായി എടുത്തതേയില്ല. ചർച്ച തീരുമാനമില്ലാതെ മണിക്കൂറുകളോളം നീണ്ടു. ഒടുവിൽ സാമും കൗൺസിലും അവസാനത്തെ ഒരു തീരുമാനത്തിലെത്തി. 3 ദിവസത്തിനുള്ളിൽ എല്ലാ ഗ്യാങ്സ്റ്റേഴ്സിനെയും ഉൾക്കൊള്ളിച്ച് ഒരു പൂർണ്ണ തെരഞ്ഞെടുപ്പ് നടത്തും. ഓരോ സ്ഥാനാർത്ഥിക്കും തങ്ങളെന്തിന് ഈ സ്ഥാനത്തിന് അർഹനാണെന്ന് ഗ്യാങ്സ്റ്റേഴ്സിനെ ബോധ്യപ്പെടുത്താൻ അവസരം ലഭിക്കും. ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുന്നോ അവർ ബോസായി മാറും. അങ്ങനെ ഗ്യാങ്സ്റ്റർ ബോസാവാനുള്ള ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെട്ടു. ഗ്യാങ്സ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യുന്ന ആ ദിവസവും വന്നെത്തി. സൺതായായിരുന്നു ആദ്യം പ്രസംഗിക്കാനെത്തിയത്. പക്ഷേ പ്രസംഗങ്ങൾക്കോ വലിയ വാഗ്ദാനങ്ങൾക്കോ പകരം ഭക്ഷണ ട്രേകളുമായി കടന്നു വന്നവൻ ഭക്ഷണം വിതരണം ചെയ്തു. പിന്നാലെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം നൽകും. അതോടെ അവിടെ ആരവങ്ങൾ മുഴങ്ങി. സൺതായ്ക്ക് ബോസാവാൻ ഒരു താല്പര്യവുമുണ്ടായിരുന്നില്ല. അടുത്തത് പോൻഹോയുടെ ഊഴമായിരുന്നു. അവൻ മുന്നിട്ട് വന്ന് തീക്ഷ്ണമായ ആവേശത്തോടെ ഏവരെയും ആകർഷിക്കാൻ പല ശ്രമങ്ങളും നടത്തി. പക്ഷേ ആരും അവനെ ശ്രദ്ധിച്ചതേയില്ല. ഒരാൾ പോലും അവന്റെ വാക്കുകൾക്ക് പ്രതികരിച്ചുമില്ല. മൂന്നാമൻ ജയിലിലായതുകൊണ്ട് ഗ്യാങ്സ്റ്റേഴ്സിനെ സ്വാധീനിക്കാനും സംസാരിക്കാനുമൊന്നും അവന് അവസരമുണ്ടായിരുന്നില്ല. എന്തായാലും സൺതായ് ശാന്തനായി കാണപ്പെട്ടു. ഇലക്ഷൻ കഴിഞ്ഞാലും താൻ തിരഞ്ഞെടുക്കപ്പെടില്ല എന്നൊരു ആശ്വാസം സൺതായ്ക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ ബിസിനസ്
ആകട്ടെ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരുന്നു. സൻതായുടെ റെസ്റ്റോറന്റ് ശൃംഖല കൂടുതൽ ശ്രദ്ധയാർജിച്ചു. കൂടുതൽ ആളുകൾ അവന്റെ ഭക്ഷണം ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം പണവും മറ്റും സൻതായിലേക്ക് വന്നെത്തി തുടങ്ങി. പക്ഷേ സൻതായുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപിച്ചത്. സൻതായ് ഗ്യാങ്സ്റ്റർ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവനിപ്പോൾ സിഗുപ്പയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗ്യാങ്സ്റ്റർ ലീഡറാണ്. ആ യാഥാർത്ഥ്യം കൂടുതൽ കടുപ്പമായി അവൻ അനുഭവപ്പെട്ടു. വിവരം സൻതായുടെ ഭാര്യയും അറിഞ്ഞിരുന്നു. തന്റെ ഭർത്താവ് ഗ്യാങ്സ്റ്റർ ലോകത്തേക്ക് മടങ്ങിപ്പോകുന്നതും പ്രത്യേകിച്ച് അതിന്റെ ബോസാകുന്നതും താൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും അതിനെ പിന്തുണയ്ക്കില്ലെന്നും അവന്റെ ഭാര്യ കർശനമായി അവനോട് പറഞ്ഞു. അത് കേട്ടപ്പോ എങ്ങനെയും തന്റെ പുതിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണമെന്നും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നും സൻതായ് തീരുമാനിച്ചു. അതിന് സാധ്യമായ എല്ലാ വഴികളും സൻതായ് ആലോചിക്കാൻ തുടങ്ങി. അപ്പോഴാണ് സൻതായ് ഒന്ന് ചിന്തിച്ചത്. യാഥാർത്ഥ്യത്തിൽ ജയിലിലുള്ള കുങ്പിയോ യോഗ്യതയുള്ള സ്ഥാനാർത്ഥികളിൽ ഒരാളാണ്. പക്ഷേ ജയിലിലായതുകൊണ്ട് അവൻ പരിഗണിക്കപ്പെട്ടില്ല. താനും പെട്ടെന്ന് കുറച്ചു നാളത്തേക്ക് ജയിലിൽ പോയാൽ തനിക്ക് പകരം അടുത്തയാൾ തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം. ഒരു പദ്ധതിയുമായി ദാസു മുമ്പ് ലോണിന് അപേക്ഷിച്ച അതേ ബാങ്കിലേക്ക് സൻതായ് നേരെ ചെന്നു. ഒരു ഈടും നൽകാതെ 10 ബില്യൺ വോൺ അവൻ ധൈര്യത്തോടെ ബാങ്കിനോട് ആവശ്യപ്പെട്ടു. പ്രതീക്ഷിച്ച പോലെ ബാങ്ക് അവന്റെ അപേക്ഷ നിരസിച്ചു. അപ്പോഴാണ് സൻതായ് തന്റെ പ്ലാനിന്റെ അടുത്ത ഭാഗം തുടങ്ങിയത്. അവനവിടെ വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. ഒരു ബാങ്ക് ക്ലർക്കിനെ അടിക്കുക പോലും ചെയ്തു. പോലീസ് എത്തിയപ്പോ സൻതായ് പൂർണ്ണമായി കുറ്റം സമ്മതിച്ചു. തന്നെ അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷേ കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പക്ഷേ പോലീസ് ഒടുവിൽ തീരുമാനം പറഞ്ഞപ്പോ സൻതായ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പോലീസ് ചീഫായ ചുനിക്ക് സൻതായ് അറസ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. കാരണം സൻതായ് ജയിലിൽ പോയാൽ റെസ്റ്റോറന്റ് മിമിയു അടച്ചുപൂട്ടപ്പെടും. ചുനിക്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ സ്ഥലമാണത്. അത് ചുനിക്കിന് നഷ്ടപ്പെടും. അങ്ങനെ ഇലക്ഷൻ റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടുന്ന ആ ദിവസം എത്തി. സൻതായ് 328 വോട്ടുകൾ നേടിയപ്പോ പോൻഹോക്ക് ലഭിച്ചത് വെറും 2 വോട്ടുകൾ മാത്രമായിരുന്നു. മിക്കവാറും അവന്റേതും സൻതായുടേതും മാത്രം. ഒടുവിൽ പുതിയ ബോസിനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാം മുന്നോട്ട് വന്നു. പക്ഷേ അദ്ദേഹം അത് പൂർത്തിയാക്കുന്നതിനു മുമ്പ് അവിടുത്തെ വാതിലുകൾ തുറക്കപ്പെട്ടു. കുങ്പിയോയുടെ അമ്മയും ദാസുവിന്റെ വിധവയുമായ മിസസ് ഹോങ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അവർ അങ്ങ് പ്രഖ്യാപിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത പിൻഗാമിയാവേണ്ടത് അവരുടെ മകനാണ്. കുങ്പിയോ ജയിൽ മോചിതനായെന്നും അപ്പോൾ അവന് സിഗുപ്പയെ നയിക്കാൻ അർഹതയുണ്ടെന്നും അവർ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. പിന്നാലെ കുങ്പിയോ അങ്ങോട്ടേക്ക് കടന്നു വന്നു. വേദിയിലെത്തി ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും അവൻ സംസാരിച്ചു. ഗ്യാങ്ങിന്റെ ഭാവിയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് പങ്കുവെച്ച് അവൻ മികച്ച രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. പക്ഷേ അവൻ എല്ലാവരുടെയും പിന്തുണ ആവശ്യപ്പെടും എന്നേവരും പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ അവൻ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രവർത്തിച്ചത്. നേതൃസ്ഥാനത്തേക്ക് ബോസാവാൻ അവൻ സൻതായെ ശുപാർശ ചെയ്തു. രക്ഷപ്പെട്ടു എന്ന് കരുതിയിരുന്ന സൻതായ് അത് കേട്ട് ഞെട്ടിയിരുന്നു. എന്തായാലും കുങ്പിയോ പുറത്തെത്തിയല്ലോ, അതുകൊണ്ട് താൻ ഒഴിയുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ സൻതായ് ശ്രമിച്ചെങ്കിലും സാം അതിനവനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. സൻതായ്ക്ക് രാജിവെക്കണമെങ്കിൽ അവനാദ്യം കുങ്പിയോയെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം, എന്നാലേ സമ്മതിക്കൂ എന്ന് സാം പ്രഖ്യാപിച്ചു. മറുവശത്ത് കുങ്പിയോ ആകട്ടെ തന്റെ ഡാൻസ് സ്റ്റുഡിയോയിലേക്ക് പോയിരുന്നു. നിലവിൽ ഒരു ഗ്യാങ്സ്റ്റർ ബോസ് ആവാനൊന്നും കുങ്പിയോക്ക് താല്പര്യമില്ല. അവന്റെ ഹൃദയം മുഴുവൻ ടാങ്കോയിൽ മുഴുകിയിരിക്കുകയാണ്. ജയിലിലായിരുന്നപ്പോ അവന് തുടങ്ങിയ ഒരു അഭിനിവേശം താളത്തിൽ പൂർണ്ണമായും മുഴുകി. അവനിപ്പോൾ അത് പരിശീലിക്കുകയാണ്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവന്റെ അമ്മയും സൻതായും കടന്നു വന്നു. പരിഭ്രമിക്കുന്നതിന് പകരം അവൻ അഭിമാനത്തോടെ തന്റെ നൃത്തത്തിലെ വൈദഗ്ധ്യം അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ആത്മവിശ്വാസത്തോടെ കറങ്ങുകയും നീങ്ങുകയും ഒക്കെ ചെയ്തു. പക്ഷേ അവന്റെ അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വരികയാണ് ചെയ്തത്. തന്റെ മകൻ അധികാരത്തിന് പകരം ഇങ്ങനെ നൃത്തം തിരഞ്ഞെടുത്തത് അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കുങ്പിയോ പക്ഷെ തന്റെ തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. അധികം വൈകാതെ വലിയ ടാങ്കോ ഓഡിഷൻ വരുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ പോവാൻ കുങ്പിയോ തീരുമാനിച്ചു. തനിക്കുള്ള പ്രധാന അവസരമാണ് അതെന്ന് കുങ്പിയോ മനസ്സിലുറപ്പിച്ചിരുന്നു. പക്ഷേ അതിനായി അവൻ പുറപ്പെടുന്ന വിവരമറിഞ്ഞതും അത് തടയാൻ സൻതായും സൻതായുടെ ഗ്യാംഗങ്ങളും ശ്രമിക്കാൻ തുടങ്ങി. ഒടുവിൽ കുങ്പിയോക്ക് അവരെ എതിരിടേണ്ടി വന്നു. തനിക്കറിയാവുന്ന നൃത്തച്ചുവടുകൾ ചേർത്തുകൊണ്ട് മികച്ച രീതിയിൽ അവൻ അവരെ ഇടിച്ചു. ഒടുവിൽ അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഓഡിഷൻ വേദിയിലേക്ക് അവൻ എത്തിയപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. വൈകിയതുകൊണ്ട് അവൻ അയോഗ്യനാക്കപ്പെടുന്നുവെന്ന് ജഡ്ജസ് പറഞ്ഞു. കുങ്പിയോ ആകെ തകർന്നു പോയിരുന്നു. നോക്കുമ്പോ സൻതായ് ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. അത് കണ്ടതും കുങ്പിയോക്കും ദേഷ്യം വന്നു. സൻതായുടെ ഗൂഢാലോചനയുടെ ഭാഗമാണത് എന്നായിരുന്നു കുങ്പിയോ ചിന്തിച്ചത്.
ഇതേ സമയം തുറമുഖത്ത് തായ്ഗു മിമിയുവിൽ നിന്ന് ഭക്ഷണം ഡെലിവർ ചെയ്ത് മടങ്ങാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ തിരികെ പോകുന്നതിന് പകരം അവിടെ സുഖമായി മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്കടുത്തേക്ക് അവൻ ചെന്നു. അത് ചുനിക്കായിരുന്നു, ഓഫീസർ ചുനിക്. അവിടെ വെച്ചാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. തായ്ഗു യാഥാർത്ഥ്യത്തിൽ ഒരു അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു. സൻതായുമായി ബന്ധപ്പെട്ട ഇല്ലീഗൽ ബിസിനസ്സുകൾ ട്രാക്ക് ചെയ്യാനായിരുന്നു അവനെ അവിടെ പോസ്റ്റ് ചെയ്തിരുന്നത്. താൻ കണ്ടെത്തിയ പുതിയ കാര്യങ്ങൾ അവൻ ചുനിക്കിനടുക്കൽ പങ്കുവെച്ചു. പക്ഷേ ചുനിക്ക് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തായ്ഗു മുമ്പ് നിരവധി തെറ്റായ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇനിയൊരു തെറ്റ് സംഭവിച്ചാൽ അത് ഓഫീസർ ചുനിക്കിന്റെ മുഴുവൻ കരിയറും കുഴപ്പത്തിലാക്കും. അതുകൊണ്ടായിരുന്നു ചുനിക്കത് വിശ്വസിക്കാതിരുന്നത്. മറുവശത്ത് സൻതായ് പതിവ് പോലെ റെസ്റ്റോറന്റ് തുറന്നു. 2 ഉപഭോക്താക്കൾ വന്ന് വലിയ അളവിൽ ഭക്ഷണം ഓർഡർ ചെയ്തു. ജീവനക്കാർ ജോലി തുടങ്ങുകയും സൻതായ് അഭിമാനത്തോടെ അവരോട് ഫീഡ്ബാക്ക് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ആർക്കും ഉത്തരം നൽകാൻ കഴിയുന്നതിനു മുമ്പ് പെട്ടെന്ന് 2 ഉപഭോക്താക്കളും ഭക്ഷ്യവിഷബാധയേറ്റ് കുഴഞ്ഞു വീണു. ഞെട്ടിപ്പോയ സൻതായ് അടുക്കളയിലേക്ക് ഓടി. ചേരുവകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സംശയത്തോടെ പരിശോധിക്കുമ്പോൾ വിഭവങ്ങളിൽ ഉപയോഗിച്ച ചിക്കൻ കേടായതാണ് കാരണം എന്നവൻ കണ്ടെത്തി. തിരികെ അങ്ങോട്ടേക്ക് എത്തുമ്പോ കുങ്പിയോ ശാന്തനായി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. മെസ്സേജ് വ്യക്തമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് കുങ്പിയോ ആയിരുന്നു. ഒരു പ്രതികാരം. സൻതായുടെ റെസ്റ്റോറന്റിൽ പറ്റിയ വിഷയത്തെപ്പറ്റി വാർത്ത വേഗത്തിൽ പടർന്നു പിടിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റും പ്രശ്നമാകെ വഷളായി. റെസ്റ്റോറന്റിന്റെ പ്രശസ്തി ഒറ്റ രാത്രി കൊണ്ട് തകർന്നു. അടുത്ത ദിവസം വൈകുന്നേരം തുറമുഖത്ത് വെച്ച് ദേഷ്യവും അപമാനവും നിറഞ്ഞിരുന്ന സൻതായ് ഗ്യാങ് നേതാക്കളുടെ മുന്നിൽ വെച്ച് കുങ്പിയോയെ എതിരിട്ടു. ശക്തമായ ഏറ്റുമുട്ടലായിരുന്നു ഇരുവരും തമ്മിൽ നടന്നത്. ഒടുവിൽ നിയന്ത്രണം വിട്ടവർ പുഴയിലേക്ക് വരെ വീണു. രാജ്യം ഒട്ടുക്കും ആ വാർത്ത പരന്നു. സിഗുപ്പ സിംഹാസനത്തിലേക്കുള്ള ശക്തരായ 2 പിൻഗാമികളും മരണപ്പെട്ടു എന്ന് കണക്കാക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. രാജ്യം ഞെട്ടലിലാണ്. 2 കാൻഡിഡേറ്റ്സും പോയതോടെ നേതൃസ്ഥാനം യാന്ത്രികമായി പോൻഹോയിലേക്ക് ചെന്നെത്തി. ഗ്യാങ്ങിലെ ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സിഗുപ്പയ്ക്ക് പുതിയൊരു ബോസ് രൂപം കൊണ്ടു. രാജ്യം മുഴുവൻ സൻതായും കുങ്പിയോയും മരിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സത്യം മറ്റൊന്നായിരുന്നു. മിമിയോ റെസ്റ്റോറന്റിന്റെ ഒരു മുറിയിൽ ഇരുവരും ഒളിച്ചു താമസിക്കുകയാണ്. അന്നത്തെ ഏറ്റുമുട്ടലും കത്തിക്കുത്തും പുഴയിലേക്കുള്ള വീഴലും പോലും അവരുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അവരങ്ങനെ സുരക്ഷിതമായി മറഞ്ഞിരുന്ന് അന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂട്ടത്തിൽ അവരെ സഹായിച്ച വ്യക്തിയുമുണ്ട്. അപ്പോഴാണ് റെസ്റ്റോറന്റിലേക്ക് പുതിയ ബോസായി തിരഞ്ഞെടുക്കപ്പെട്ട പോൻഹോയും നേതാവ് സാമും കടന്നുവരുന്നത് അവർ CCTVയിലൂടെ കണ്ടത്. ഉടൻ തന്നെ ഇരുവരും അങ്ങോട്ടേക്കെത്തി അവരുടെ സംസാരം ഒളിഞ്ഞുകേൾക്കാൻ തുടങ്ങി. പക്ഷേ അവരുടെ സംഭാഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു ഇരുവരും കേട്ടത്. സാം ഇക്കാലം അത്രയും ഒളിപ്പിച്ചു വെച്ച ഒരു രഹസ്യം പോൻഹോയോട് വെളിപ്പെടുത്തി. ഇതിനു മുമ്പത്തെ ഗ്യാങ്സ്റ്റർ ബോസ് ദാസു ആത്മഹത്യ ചെയ്തതല്ല. ദാസുവിന്റെ മരണത്തിന്റെ ഉത്തരവാദി സാമായിരുന്നു. അതിനൊരു പ്രധാന കാരണവുമുണ്ട്. സാമിന് വലിയ തോതിൽ മയക്കുമരുന്ന് കച്ചവടവും മറ്റുമുണ്ട്. അതിനെ ദാസു എതിർത്തിരുന്നു. അതിന്റെ പേരിലാണ് ദാസു കൊല്ലപ്പെട്ടത്. പോൻഹോയെ അതൊക്കെ പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കിയ ശേഷം സാം അവനോട് ചോദിച്ചു, സിഗുപ്പ തന്റെ ഈ മയക്കുമരുന്ന് കച്ചവടത്തെ സഹായിക്കുമോ? പോൻഹോ വിസമ്മതിച്ചാൽ ദാസുവിന്റെ അതേ ഗതിയായിരിക്കും അവനെന്നും സാം സൂചന നൽകിയിരുന്നു. അത് കേട്ടതും സൻതായ് ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങാൻ നോക്കി. പക്ഷേ കുങ്പിയോയും കൂടെയുണ്ടായിരുന്ന തായ്ഗുവും അവനെ ആ സമയത്ത് തടഞ്ഞു നിർത്തി. പിന്നാലെ അവർ എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി വലിയ തോതിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. നിലവിൽ അവർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണല്ലോ പുറത്തെല്ലാം ന്യൂസ് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് പോലീസിലേക്ക് പോവാൻ സാധിക്കില്ല എന്ന് കുങ്പിയോ പറഞ്ഞു. അപ്പോഴാണ് സൻതായ് അവിടെ ഒരു രഹസ്യം വെളിപ്പെടുത്തിയത്. തങ്ങളുടെ കൂടെയുള്ള തായ്ഗു തന്റെ ഹെൽപ്പർ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഒരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണെന്ന് സൻതായ് പറഞ്ഞു. അത് കേട്ടതും തായ്ഗു ഞെട്ടി. സൻതായ് തുടർന്നു, അവനൊരു അണ്ടർ കവർ പോലീസ് ഓഫീസറാണെന്ന കാര്യം സൻതായ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അവനെ പുറത്താക്കുന്നതിന് പകരം സൻതായ് അവനെ കൂടെ നിർത്തി. ഓരോ കാര്യങ്ങൾ വരുമ്പോ പോലീസ് റെയ്ഡുകളെ വഴിതെറ്റിക്കാനും പോലീസിന് തെറ്റായ വിവരങ്ങൾ നൽകാനുമായിരുന്നു സൻതായ് അവനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കേട്ട് തായ്ഗു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. ഒടുവിൽ അവർ 3 പേരും ഒരു ടേംസിലെത്തി. സാമിനെ പുറം ലോകത്തിനു മുമ്പിൽ തുറന്നുകാട്ടാൻ അവർ തീരുമാനിച്ചു. പക്ഷേ അതിന് സാമിനെതിരെ തെളിവ് വേണം. എന്തു ചെയ്യും എന്ന മട്ടിൽ അവർ നിൽക്കുമ്പോ തായ്ഗു മുന്നിട്ട് വന്ന് പറഞ്ഞു, പേടിക്കണ്ട, എന്റെ ശരീരം മുഴുവൻ ക്യാമറയാണ്. ഒളിക്യാമറകൾ. നേരത്തെ റെസ്റ്റോറന്റിൽ വെച്ച് അവർ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ലൊരു തെളിവായി നിൽക്കും.
അടുത്ത ദിവസം രാവിലെ ഏറെ ആവേശത്തോടെ തായകു ചുനിക്കിനെ കാണാൻ ചെന്നു. നടന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ പ്രശംസിക്കപ്പെടുന്നതിന് പകരം ചുനിക്ക് അവൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ കൂട്ടാക്കിയതേയില്ല. മുമ്പ് പലവട്ടം അവൻ തെറ്റായ വിവരങ്ങൾ നൽകി എന്നതായിരുന്നു ഓഫീസർ ചുനിക്കിനെ അതിന് പ്രേരിപ്പിച്ചത്. ചുനിക്ക് അവനെ അപമാനിച്ച് പറഞ്ഞുവിടുകയും ചെയ്തു. സങ്കടത്തോടെ തായകു തിരികെ സൻതായുടെയും കുങ്പിയുടെയും അടുത്തേക്കെത്തി കാര്യങ്ങൾ പറഞ്ഞു. ഇരുവരും അവനെ പ്രോത്സാഹിപ്പിച്ചു. ഈ ദൗത്യം അവന്റെ ഈഗോയെക്കാളും നാണക്കേടിനേക്കാളും വലുതാണ് എന്നവനെ ഓർമ്മിപ്പിച്ചു. ഒരുമിച്ച് അവർ അവരുടെ അടുത്ത നീക്കം ആസൂത്രണം ചെയ്തു. ഇത്തവണ അവർ പോലീസിനെ ആശ്രയിക്കില്ല. സാമിനെയും സാമിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അവർ ഒറ്റയ്ക്ക് നിന്ന് തകർക്കും. അത് വിജയിച്ചാൽ തായകുവിന് പ്രശസ്തി വന്നെത്തും. അതവനെ എപ്പോഴും അവൻ ആഗ്രഹിച്ച ഓഫീസർ പോസ്റ്റിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അങ്ങനെ പ്ലാൻ ചെയ്തൊടുവിൽ ആ ദിവസം വന്നെത്തി. സിഗുപ്പ സാമിനെ ഒരു വലിയ മയക്കുമരുന്നിടപാടിൽ സഹായിക്കുന്ന ദിവസമായിരുന്നു അത്. തായ്ഗു തന്റെ അണ്ടർ കവർ റോളിലേക്ക് കടന്നു. ഒരു ഡ്രൈവറായി അഭിനയിച്ച് അവൻ ഗ്യാങ്ങുമായി ലയിച്ചു. പോകുന്നതിനു മുമ്പ് സൻതായ്ക്കും കുങ്പിയോക്കും താൻ എവിടെയാണെന്നുള്ളതിന്റെ ലൈവ് ലൊക്കേഷൻ അവൻ കൈമാറിയിരുന്നു. അങ്ങനെ തായ്ഗു ഒടുവിൽ കൈമാറ്റം നടക്കുന്ന ആ ഇടത്തേക്കെത്തി. നിശബ്ദനായി അവൻ അവിടെയെല്ലാം നിരീക്ഷിച്ചു. ഷർട്ടിലെ ബട്ടൺ ക്യാമറയിലൂടെ എല്ലാം റെക്കോർഡ് ചെയ്തു. അവന്റെ വിചിത്രമായ പെരുമാറ്റം പോൻഹോയെ സംശയാലുവാക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു. പിന്നീട് പോൻഹോ തായ്ഗുവിനോട് തന്റെ മുന്നിൽ വെച്ച് കൈമാറ്റം ചെയ്യുന്ന മയക്കുമരുന്ന് പരിശോധിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അവനൊന്ന് പരിഭ്രാന്തിയിലായി. എന്ത് ചെയ്യണമെന്ന് തായ്ഗുവിന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മറ്റു വഴിയില്ലാതെ ആ മയക്കുമരുന്ന് കുറച്ചെടുത്ത് അവൻ കഴിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അതവന്റെ തലയ്ക്ക് പിടിച്ചു. അർദ്ധബോധാവസ്ഥയിലായിരിക്കുമ്പോൾ തായ്ഗു കൂടുതൽ അശ്രദ്ധമായ ഒന്നങ്ങ് ചെയ്തു. സോഷ്യൽ മീഡിയയിൽ അവനൊരു ലൈവ് ബ്രോഡ്കാസ്റ്റ് അങ്ങ് ആരംഭിച്ചു. അവിടെ നടക്കുന്ന മയക്കുമരുന്ന് കച്ചവടത്തിന്റെയും മറ്റും വിഷ്വൽസ് ആയിരുന്നു അതിൽ നിറഞ്ഞത്. ഇതെല്ലാം ഓഫീസർ ചുനിക്കിന് തെളിവായി ലഭിച്ചു. ആത്മവിശ്വാസവും ആശയക്കുഴപ്പവും കാരണം അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കു നേരെയും തോക്കു ചൂണ്ടി അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ആ ആയുധത്തിൽ ഉണ്ടയില്ലെന്ന കാര്യം അവൻ മറന്നേ പോയിരുന്നു. ഭാഗ്യവശാൽ സൻതായും കുങ്പിയോയും കൃത്യസമയം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ഒരു വശത്ത് സൻതായും കുങ്പിയോയും തായ്ഗുവും മറുവശത്ത് ഗാങ്സ്റ്റർ സംഘവും അതിലെ മേധാവിയും. അങ്ങോട്ടേക്ക് എത്തിയതും സൻതായ് ഗാങ്സ്റ്റർ മെമ്പേഴ്സിനെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ആർക്കൊക്കെ ജീവിതകാലം മുഴുവൻ എന്റെ റെസ്റ്റോറന്റിൽ സൗജന്യ ഭക്ഷണം വേണം? ഉടൻ തന്നെ പകുതിയിലധികം ഗ്യാങ് മെമ്പേഴ്സ് മുന്നിട്ട് വന്നു. അവർ സൻതായുടെ പക്ഷം ചേർന്നു. പിന്നെ അവിടെ നടന്നത് ശക്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു. ഏറ്റുമുട്ടലിൽ പോൻഹോയെ കുങ്പിയോ അടിച്ച് താഴെ വീഴ്ത്തി. സൻതായാകട്ടെ പണവും മയക്കുമരുന്നും നിറഞ്ഞ സ്യൂട്ട് കേസുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച സാമിനെ തടയാൻ നോക്കി. സാമതോടെ ഒരു നമ്പർ ഇട്ടു. പെട്ടി താഴെ വെച്ച് കീഴടങ്ങുന്ന പോലെയൊക്കെ നിന്ന് പഴയ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് സിമ്പതി പിടിച്ചുപറ്റുന്ന രീതിയിൽ സാം സംസാരിച്ചു. ഒടുവിൽ സൻതായുടെ അടുത്തെത്തി. പക്ഷെ പെട്ടെന്ന് കത്തിയെടുത്ത് സൻതായുടെ വയറ്റിലേക്ക് കുത്തി. പക്ഷേ പ്രൊട്ടക്ഷൻ സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നതിനാൽ സൻതായ്ക്ക് കുത്തേറ്റില്ല. സൻതായ് ഉടൻ തന്നെ സാമിനെ മറികടന്നു. ദാസു നൽകിയ കടാര കൊണ്ട് സാമിനെ സൻതായ് തടഞ്ഞു. താമസിയാതെ ഓഫീസർ ചുനിക് ബാക്കപ്പുമായി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. ചുറ്റിലും നോക്കി സിഗുപ്പയുടെ യഥാർത്ഥ നേതാവ് ആരാണ് എന്ന് ചുനിക്ക് ചോദിച്ചു. അത് കേട്ട് കുങ്പിയോ നിശബ്ദനായി അവിടെ നിന്ന് മാറി. സൻതായ് മാത്രമായിരുന്നു അവിടെ ബാക്കി നിന്നത്. എല്ലാവരും നോക്കി നിൽക്കെ സൻതായ് തന്റെ തീരുമാനമങ്ങ് പ്രഖ്യാപിച്ചു. അവൻ അവിടെ വെച്ച് ഗ്യാങ് പിരിച്ചുവിട്ടു. സൻതായുടെ തീരുമാനം അംഗീകരിച്ച് സിഗുപ്പയിലെ ഗ്യാങ്സ്റ്റർ മെമ്പേഴ്സ് അവരവരുടെ വഴികളിലേക്ക് പോകാൻ തയ്യാറാണെന്നറിയിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് അവർ ഒന്നടങ്കം പറഞ്ഞു, ഞങ്ങൾ സൻതായെ ഞങ്ങളുടെ നേതാവായാണ് കാണുന്നത്. അദ്ദേഹം വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ഓടിയെത്തും. പക്ഷേ ഞങ്ങൾക്കായി ഭക്ഷണം സൗജന്യമായി തരണമെന്ന് മാത്രം. അത് കേട്ട് ചെറു പുഞ്ചിരിയോടെ സൻതായ് മുന്നോട്ടേക്ക് നടന്നു. നാളുകൾ മുന്നിലേക്ക് കടന്നുപോയി. തായ്ഗുവിന് ആ ഓപ്പറേഷൻ വലിയ മൈലേജ് കൊടുത്തു. എപ്പോഴും അവൻ സ്വപ്നം കണ്ട റോളിലേക്ക് അവൻ ഉയർത്തപ്പെട്ടു. കൊറിയയിലെ ഒരു പോലീസ് ചീഫായി മാറി. സൻതായ് തന്റെ കുടുംബവുമായി സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ഗ്യാങ്സ്റ്റർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.